നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അമേരിക്കയും ചൈനയും തമ്മിൽ ഇറക്കുമതി തീരുവയുടെ പേരിൽ നടത്തുന്ന പോര് തുടരുകയാണ്. US ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചൈന 125% തീരുവ ചുമത്തുന്നതായി പ്രഖ്യാപിച്ചു. ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് മേൽ 145% തീരുവ അമേരിക്ക ചുമത്തിയതിന് പിന്നാലെയാണ് ചൈനയുടെ ഈ നീക്കം. ശനിയാഴ്ച മുതൽ പുതിയ തീരുവ നിലവിൽ വരുമെന്നും ചൈന വ്യക്തമാക്കി. ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനത്തിന് പിന്നാലെ US ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചൈന ചുമത്തിയിരുന്ന 84% നിന്നാണ് ഇപ്പോൾ 125%ലേക്കുള്ള കുത്തനെയുള്ള ഈ വർധന. ചൈനയ്ക്ക് മേൽ US ചുമത്തുന്ന അസാധാരണമായ ഉയർന്ന തീരുവ അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങളുടെയും അടിസ്ഥാനപരമായ സാമ്പത്തിക ചട്ടങ്ങളുടെയും സാമാന്യ യുക്തിയുടെയും ലംഘനമാണെന്ന് ചൈനയുടെ സ്റ്റേറ്റ് കൗൺസിൽ താരിഫ് കമ്മീഷൻ പറഞ്ഞു. അമേരിക്കൻ നയത്തിനെതിരെ തങ്ങൾക്കൊപ്പം ചേരാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് യൂറോപ്യൻ യൂണിയന്റെ അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് തീരുവ ഉയർത്തിക്കൊണ്ടുള്ള ചൈനയുടെ നീക്കം. നിലവിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ US ചുമത്തിയിരിക്കുന്നത് 145% നികുതിയാണ്. ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനത്തിന് പിന്നാലെ ആഗോള സാമ്പത്തിക മേഖലയിലുണ്ടായ കുഴപ്പങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം US ഏറ്റെടുക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു. US ഓരോ രാജ്യങ്ങളും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് മേൽ ട്രംപ് പകരച്ചുങ്കം പ്രഖ്യാപിച്ചതോടെയാണ് ഈ ഇറക്കുമതി ചുങ്ക യുദ്ധം ആരംഭിച്ചത്. അതിന് പിന്നാലെയാണ് പരസ്പരം തീരുവ ഉയർത്തിക്കൊണ്ട് ചൈനയും അമേരിക്കയും ഏറ്റുമുട്ടൽ ആരംഭിച്ചത്.